അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, തിരുനാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകൾക്കിടയിൽ അവിടുത്തെ പ്രവൃത്തികൾ അറിയിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവിൻ, തിരുനാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകൾക്കിടയിൽ അവിടുത്തെ പ്രവൃത്തികൾ അറിയിക്കുവിൻ. അവിടുത്തെ സ്തുതിച്ച് കീർത്തനം പാടുവിൻ. അത്ഭുത കൃത്യങ്ങൾ വിളിച്ചറിയിക്കുവിൻ. തിരുനാമം പാടി സ്തുതിക്കുവിൻ. കർത്താവിനെ തേടുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ. കർത്താവിനോട് അപേക്ഷിച്ച് ശക്തരാകുവിൻ. തിരുമുഖം സർവദാ തേടുവിൻ. അവിടുന്ന് ചെയ്ത അത്ഭുത കൃത്യങ്ങളും അരുൾ ചെയ്ത ന്യായവിധികളും സ്മരിക്കുവിൻ. അവിടുത്തെ ദാസനായ അബ്രാഹത്തിന്റെ പുത്രരെ, അവിടുന്ന് തിരഞ്ഞെടുത്തവരായ യാക്കോബിന്റെ തനയരെ, അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമി മുഴുവനിലും. എക്കാലവും അവിടുന്ന് തന്റെ ഉടമ്പടി ഓർക്കുന്നു. 1000 തലമുറയോളം തന്റെ വാഗ്ദാനവും. അബ്രാഹത്തോടുള്ള വാഗ്ദാനവും ഇസഹാക്കിനോടുള്ള ശപഥവും യാക്കോബിന് കൊടുത്ത ഉറപ്പും ഇസ്രായേലിന് നൽകിയ ഉടമ്പടിയും അവിടുന്ന് സ്ഥിരീകരിച്ചു. കാനാൻ ദേശം ഓഹരിയും അവകാശവുമായി ഞാൻ നിനക്ക് നൽകുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസ്സാരരും പരദേശികളുമായിരുന്നു. അവർ ദേശങ്ങളിലും ജനതകളുടെ ഇടയിലും അലഞ്ഞു നടന്നിരുന്നു. എങ്കിലും അവരെ ദ്രോഹിക്കാൻ അവിടുന്ന് ആരെയും അനുവദിച്ചില്ല. അവർക്ക് വേണ്ടി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു. എന്റെ അഭിഷിക്തരെ നിങ്ങൾ തൊട്ടുപോകരുത്. എന്റെ പ്രവാചകരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അവരുടെ ഗോതമ്പ് കൃഷിയെല്ലാം നശിപ്പിച്ചു. അവിടുന്ന് ദേശത്ത് ക്ഷാമം വരുത്തി. യോസേപ്പിനെ അവിടുന്ന് മുമ്പേ അയച്ചു.
അയാൾ അടിമയായി വിൽക്കപ്പെട്ടു. കർത്താവിന്റെ വാക്ക് നിറവേറുവോളം അയാളുടെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിതമായിരുന്നു. മോചിതനാകുന്നതുവരെ കർത്താവിന്റെ വാക്ക് അയാളെ പരിശോധിച്ചു. രാജാവ് അയാളെ ബന്ധന വിമുക്തനാക്കി തന്റെ ജനത്തിന്മേൽ അധികാരിയാക്കി. അയാളെ തന്റെ ഭവനത്തിന്റെ നാഥനും സർവസമ്പത്തുകളുടെയും അധിപതിയുമാക്കി. അധികാരികൾക്ക് യഥേഷ്ടം പ്രബോധനമേകാനും ജനപ്രമാണികളെ വിജ്ഞാനികളാക്കാനും അയാളെ നിയോഗിച്ചു. ഇസ്രായേൽ മിസ്രൈനിലേക്ക് വന്നു യാക്കോബ് ഹാമിന്റെ കൂടാരത്തിൽ പാർത്തു. ദൈവം തന്റെ ജനത്തെ വളരെയധികം വർദ്ധിപ്പിച്ചു, ശത്രുക്കളെക്കാൾ അവരെ ശക്തരാക്കി. തന്റെ ജനത്തെ വെറുക്കാനും വഞ്ചിക്കാനും അവിടുന്ന് അവരുടെ ഹൃദയം കഠിനമാക്കി. അവിടുന്ന് തന്റെ ദാസനായ മൂശയെയും താൻ തിരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു. അവിടുന്ന് ഹാമിന്റെ ദേശത്ത് അവർ വഴി അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അന്ധകാരം അയച്ച് ദേശത്തെ ഇരുട്ടിലാക്കി അവർ അവിടുത്തെ വചനത്തോട് മറുതലിച്ചു. അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി. അവരുടെ ദേശവും രാജാവിന്റെ മുറികളും തവളകളെ കൊണ്ട് നിറച്ചു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ അതിർത്തിയിലുടനീളം ഈച്ചയും ചെള്ളും വന്നു നിറഞ്ഞു. മഴയെ കൽമഴയാക്കി നാട്ടിൽ മിന്നൽ പിണറുകൾ പായിച്ചു. മുന്തിരിത്തോട്ടങ്ങളും അത്തിവൃക്ഷങ്ങളും നശിപ്പിച്ചു നാട്ടിലെ വൃക്ഷങ്ങളെല്ലാം തകർത്തു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുകിളികളെത്തി എണ്ണമറ്റ ചാഴികളും. ദേശത്തെ സർവസസ്യങ്ങളും ഫലങ്ങളും അവ തിന്നൊടുക്കി. മിസ്രൈനിലെ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം അവിടുന്ന് സംഹരിച്ചു. പൊന്നും വെള്ളിയും സഹിതം ഇസ്രായേലിനെ അവിടുന്ന് ആനയിച്ചു. ബലഹീനരായി ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ പുറപ്പെട്ടപ്പോൾ മിസ്രൈംകാർ ഭീതി പിടിഞ്ഞ് ആനന്ദിച്ചു. മേഘവിരപ്പിനാൽ കർത്താവ് അവർക്ക് തണൽ നൽകി. അഗ്നിസ്തംഭത്താൽ രാത്രിയിൽ പ്രകാശവും. ചോദിച്ചപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. ആകാശത്തു നിന്നുള്ള അപ്പത്താൽ അവരെ തൃപ്തരാക്കി. അവിടുന്ന് പാറ പിളർത്തി വെള്ളമൊഴുക്കി ഉണങ്ങിയ നിലത്തിലൂടെ ജലം പ്രവഹിച്ചു. തന്റെ ദാസനായ അബ്രാഹത്തിന് നൽകിയ വിശുദ്ധ വാഗ്ദാനം അവിടുന്ന് അനുസ്മരിച്ചു. ആനന്ദത്തോടെ തന്റെ ജനത്തെയും സ്തുതിഗീതങ്ങളോടെ യുവാക്കളെയും അവിടുന്ന് നയിച്ചു. അവിടുന്ന് അവർക്ക് ജനതകളുടെ ദേശങ്ങൾ നൽകി. അവരുടെ അധ്വാന ഫലം ഇസ്രായേൽ അവകാശമാക്കി. അവിടുത്തെ കൽപ്പനകൾ അവർ ആദരിക്കേണ്ടതിനും നിയമങ്ങൾ പാലിക്കേണ്ടതിനും തന്നെ. നമുക്ക് നന്മ ചെയ്തതിന് പകരമായി കർത്താവിന് നന്ദി പറയാം. നമ്മുടെ കുറവ് നികത്താൻ അപേക്ഷിക്കാം. അവിടുത്തെ സ്നേഹം എന്നെന്നും കവിഞ്ഞൊഴുകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ക്രൂശിൽ മൃത്യു വരിച്ചവനാം ജീവൻ ഔഷധമീശോയ പാതാളത്തിലിറങ്ങുന്നു. മൃതരിൽ ജീവൻ പകരുന്നു. കല്ലറയിൽ നിന്നവരെല്ലാം നാഥനോടൊപ്പമുയർക്കുന്നു. മിശിഹാ മൂലം സകലരും ജീവിക്കുന്നു. മൃതരുടെ താവളമായിടും പാതാളത്തിലമർന്നോര മർത്യർ വാനവസമരായി ശോഭിതരായി തീർന്നല്ലോ. ജീവൻ നേടിയ മൃതരെല്ലാം പാതാളം വിട്ടുയരുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരണം ഞെട്ടി വിറയ്ക്കുന്നു, ഉച്ഛ്വസ്വരത്തിൽ കേഴുന്നു. മമഗതി പാരം ദയനീയം, മൃതരെ തടവറ വെടിയുന്നു. ദൂതഗണത്തോടു ചേർന്നവരാ നാഥനോടൊപ്പം പോകുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ. സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തിരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ
അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്